പലിശ തിന്ന. നമ്മുടെയൊക്കെ നാട്ടില് പലിശ, അതാ ഞാൻ നേരത്തെ നമ്മുടെ നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞ സംഭവം എന്താ? ഇതാണ് നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ തിന്നാൻ എൻ്റെ ഉമ്മത്തിനൊരു മടിയുമില്ല. റെഡി തന്നെ, പലിശ തിന്നാൻ മടിയില്ല, ലോൺ എടുക്കാൻ മടിയില്ല, CC ഇട്ട് വണ്ടി എടുക്കാൻ മടിയില്ല. മടിയുണ്ടോ CC ഇട്ട് വണ്ടി എടുക്കാൻ? ഫോർച്യൂണർ വരട്ടെ, 40 ലക്ഷം 10 ലക്ഷം കൊണ്ട് അടയ്ക്കും, 30 ലക്ഷം മാസം തോറും ഗവൺമെന്റിന്റെ കണക്കാണിക്കണം. ആ മസലയും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ CC എടുക്കുക. ഏത് മദ്ഹബ് പറഞ്ഞതാ? എന്നാ എനിക്കും അങ്ങനെ ഒരു വണ്ടി എടുക്കണം പറഞ്ഞതാ? ഏത് മദ്ഹബ്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുള്ള സ്ഥലമാണ്, സമസ്തയുടെ മഹാന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. പറഞ്ഞതാ CC ഇട്ട് വണ്ടി എടുക്കൽ ഏത് മദ്ഹബ് അനുസരിച്ചത് ഹലാൽ. CC ഇട്ട വണ്ടി ഇട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പിന്നെ ഓർക്കണം, ചില വണ്ടികൾ നമുക്ക് 0% ഇൻട്രസ്റ്റിന് വണ്ടികൾ കിട്ടും, പലിശ ഇല്ലാതെ. അങ്ങനെയുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ വണ്ടി 2 ലക്ഷം രൂപ ആ ഇൻട്രസ്റ്റിലാണ് എടുത്തത്. നോ ഇൻട്രസ്റ്റ് ഇല്ലാതെ 10 ലക്ഷം രൂപയുടെ വണ്ടി 8 ലക്ഷം റെഡി കാശ് കൊടുത്തു, 2 ലക്ഷം മാസത്തവണ. അതിന് കണക്കില്ല, പലിശയില്ല. 10-5 ഒറിജിനൽ പൈസ, ആ പൈസ തന്നെ അടച്ചാൽ മതി. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ അടച്ചാൽ മതി എങ്കിൽ ജായിസ്, അത് അനുവദനീയമാണ്. 10 ലക്ഷം രൂപയുടെ വണ്ടി 10,10,000 രൂപയാണ് അടയ്ക്കേണ്ടി വന്നാൽ 1000 രൂപ പലിശയാണ്. അതിൽ യാതൊരു സംശയവുമില്ല, അത് ഹറാമാണ്. ആ വണ്ടിയിൽ യാത്ര ചെയ്യൽ ഹറാമാണ്, അവൻ തിന്നൽ ഹറാമാണ്, അവൻ ഉപയോഗിക്കൽ ഹറാമാണ്, അത് യാതൊരു സംശയമില്ല. സ്കൂട്ടർ എടുക്കും, 70,000 രൂപയുടെ വണ്ടി 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കൊടുത്ത് വണ്ടി എടുക്കും. എന്നിട്ട് ബാക്കി മാസം തോറും 800 രൂപ 1000 രൂപ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ അടച്ചു തീർക്കും. ആ വാഹനത്തിലാണ് യാത്ര ചെയ്ത് പള്ളിയിൽ പോകുന്നത്, മദ്രസയിൽ പോകുന്നത്, വാള് വെക്കാൻ വരുന്നത്, മൊയ്ലിയാരെ കൊണ്ട് കല്യാണം നടത്തിക്കാൻ പോകുന്നത്, മയ്യത്ത് വീട്ടിൽ പോകുന്നത്, മയ്യത്തിന്റെ പിന്നാലെ പോകുന്നത്. ഏത് വണ്ടിയിൽ? CC ഇട്ടെടുത്ത വണ്ടിയിൽ. പലിശ ജായിസാന്ന് ആര് പറഞ്ഞു? നിബിധങ്ങൾ പറഞ്ഞ വാക്കാണ് വാക്കലിഹും റിബ. നമ്മുടെ മക്കൾ പലിശ തിന്നാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കാലം വരും. പലിശ തിന്നാൻ ഒരു മടിയും കാണിക്കാത്ത കാലം വരും. പണ്ടം പണയം വെക്കാൻ കൊണ്ടാണ്ട് കൊടുക്കില്ല തന്നെ, കൊണ്ടങ്ങോട്ട് കൊടുക്കുക, പണ്ടം പണയം വെക്കുക. പിന്നെ വേറെ സാധനം ലോട്ടറി കുത്തിയെടുക്കുക, വരച്ചെടുക്കുക, തോണ്ടിയെടുക്കുക, പറിച്ചെടുക്കുക, ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞെടുക്കുക. തിന്നാണ് ഹറാമ്, പന്നിയിറച്ചി, ഹറാമിന്റെ പന്നിയിറച്ചി. പൈസകൾ കുറെ വാരിക്കൂരി കൂട്ടിട്ട് കാര്യമില്ല മക്കളെ. ഇങ്ങനത്തെ പണം നമുക്കെന്തിന്? നമ്മുടെ മക്കൾക്ക് കൊടുക്കണോ? നമ്മുടെ ശരീരത്തിൽ ഈ ഹറാമിന്റെ അംശം വളർന്നു വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ശരീരം നരകത്തിന്റെ ഏറ്റവും നല്ല വിറകാണ്. നബീന റസൂലുള്ളാഹി. തായ്ലൻഡ് ലോട്ടറി നമ്മുടെ ഈ പരിസരത്തൊക്കെ അതുപോലത്തെ ഇവിടെ ലോട്ടറി പേരുണ്ടല്ലോ. ഇവിടെ ഒരു ലോട്ടറിയുടെ പേരുണ്ടോ ഈ പരിസരത്ത്? ഇവിടെ ഒന്നൊക്കെ ഉണ്ട് ഒരു ലോട്ടറി. പോയിട്ട് ഉറയ്ക്കുക, നമ്പർ പറയുക. ഗൾഫിലൊക്കെ ഉണ്ട് തായ്ലൻഡ് ലോട്ടറി എന്ന്. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് നമ്പർ പറഞ്ഞ് എഴുതിയെടുക്കുന്ന ഒരു ലോട്ടറി. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, യുവാക്കളെ, ചെയ്തതൊക്കെ ചെയ്തോ, ഇനി അത് ചെയ്യാൻ നിൽക്കട്ടെ. ഇന്ന് തൗബ ചെയ്യണം. നിങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, ഈ മൂല്യാർക്കും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ആ സമ്പാദ്യം കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ തിന്ന എന്താ സംഭവിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ദുനിയാ ഹൽവത്തുൻ ഖളിറാ. ദുനിയാവ് കാണാൻ രസമാണ്, ദുനിയാവ് കാണാൻ അലങ്കാരമാണ്, ദുനിയാവ് കാണാൻ മനോഹരമാണ്, ദുനിയാവ് കാണാൻ ചേതോഹാരിതയാണ്. മനിക്തസബ ഫിഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അസാബഹു അല്ലാഹ് വഔറദഹു ജന്നതഹു. ആരെങ്കിലും ആ ദുനിയാവിന്റെ പ്രസരിപ്പ് കണ്ട്, ആരെങ്കിലും ആ ദുനിയാവിന്റെ രസങ്ങൾ കണ്ടിട്ട് ഹലാലായതാണ് സമ്പാദിച്ചതെങ്കിൽ അവന്റെ സമ്പാദ്യത്തിന്റെ പേരിൽ നാളെ അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമത്രേ. മറിച്ച് വമൻ ഇക്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി ഔറദഹു അല്ലാഹ് ദാറൽ ഹവാ. ആരെങ്കിലും ഹറാമായ നിലയിൽ ഈ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടോ, അതാണ് നീ കഴിച്ചതെങ്കിൽ, അതാണ് നിന്റെ മക്കൾക്ക് കൊടുത്തതെങ്കിൽ, അതാണ് നിന്റെ മാതാപിതാക്കൾ കഴിച്ചതെങ്കിൽ, അതാണ് നീ പള്ളിക്ക് കൊടുത്തതെങ്കിൽ, അതാണ് നീ വാളിന് കൊടുത്തതെങ്കിൽ, ഔറദഹുല്ലാഹു അന്നാർ, അവനെ അല്ലാഹു നരകത്തിലേക്കാണ് കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വാസമുണ്ടോ? ചെയ്തോ. വിശ്വാസമില്ലെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ എൻ്റെ ഹദീസ് എൻ്റെ വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലഅയ്യജഅല അഹദുകും ഫീ ഫീഹി തുറാബാ ഖൈറുൽ ലഹു മിൻ അയ്യജഅല അഹദുകും ഫീ ഫീഹി ഹറാമാ. ആദമിന്റെ മോനെ, ഭൂമിയിൽ കിടക്കുന്ന പൂഴി വാരി നിന്റെ വയറ് നിറയ്ക്കലാണ് നിനക്ക് അഭികാമ്യം. ഈ റോഡിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നലാണ് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. നിന്റെ വയറ്റിലേക്ക് ഹറാമിന്റെ സമ്പാദ്യം വാരിക്കോരി കൊടുക്കുന്നതിനേക്കാൾ റോഡിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നലാണ് നിനക്ക് ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് കേൾക്കണോ? മൻ അകലൽ ഹറാമ മൻ അകല തആമ ബിൽ ഹറാം കഅന്നമാ തഖറ സൗബ ബിൽ ബൗലി ഔ കമാ ഖാല റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഹറാമിന്റെ ഭക്ഷണം കഴിച്ചാൽ, ഹറാമിന്റെ ഭക്ഷണം കൊണ്ട് വസ്ത്രം വാങ്ങിയാൽ, ഹറാമിന്റെ പൈസ കൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചാൽ, കഅന്നമാ തഹറ സൗബ മിനൽ ബൗൽ, മൂത്രം വെള്ളത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിക്കുന്നവനെ പോലെയാണ്. കമാ ഖാല റസൂലുള്ളാഹി. കോമൂത്രം, പശുവിന്റെ മൂത്രം, എരുമയുടെ മൂത്രം, മുട്ടന്റെ മൂത്രം, മട്ടന്റെ മൂത്രം, മനുഷ്യന്റെ മൂത്രം, ആ മൂത്രത്തിൽ വസ്ത്രം കഴുകി ധരിക്കുന്നവനെ പോലെയാണ്. ഈ ഹറാമിന്റെ ലോട്ടറിയുടെ ഒക്കെ പൈസ എടുത്തിട്ട്, പലിശയുടെ പൈസ എടുത്തിട്ട് ആരെങ്കിലും തിന്നുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്താൽ അവന്റെ നിയമം ഇതുപോലെയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഇനി തീരുമാനിച്ചോ, മൂത്രത്തിലാണ് വസ്ത്രം കഴുകുക. മൂത്രത്തില് പാപ്പാടെ മൂത്രത്തിന് വർക്കത്തുണ്ടോ? ഉമ്മാടെ മൂത്രത്തിന് വർക്കത്തുണ്ടോ? ലോകത്ത് മൂത്രത്തിന് വർക്കത്തുള്ള ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെയാ. അത് ഭൂമിയിൽ വീഴുന്നുടനെ ഭൂമി വിഴുങ്ങിക്കളയും. നമ്മുടെ മൂത്ര പരിസരത്ത് വീണുപോയാൽ വെന്നിയൊരു ടൗണിൽ ഒരു മനുഷ്യൻ നിൽക്കൂല, പിന്നെ അത്രയ്ക്കും സുഗന്ധമാണ് അതിന്. ആ മൂത്രത്തിൽ വസ്ത്രം കഴുകിയവരെ പോലെയാകുമെന്നാണ് ഹദീസ്. എന്ത്? ഹറാമിന്റെ പന്നിയിറച്ചി തിന്ന് ജീവിക്കുന്നവൻ, ഹറാമിന്റെ പന്നിയിറച്ചി. അതാണ് ഈ ലോട്ടറിയും, അതാണ് ഈ പലിശയും. വേണ്ട, ഇന്നെടുത്തോ, പോട്ടെ, കീറിക്കളാം. രാത്രി എഴുന്നേക്കണ്ട 2 റക്അത്ത് ഹാജത്ത് സുന്നത്ത് തൗബ പറയണം. പടച്ചവനെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് എനിക്കറിയില്ലായിരുന്നു പടച്ചവൻ, പ്ലീസ്. കരയാ. പടച്ചവൻ പാവപ്പെട്ടവനാണ്, പടച്ചവൻ പാവമാണ്, വളരെ പാവമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭീകരനൊന്നും അല്ല. അല്ല ഭീകരനല്ല, ഒരിക്കലല്ല. നിങ്ങൾ രാത്രി എഴുന്നേറ്റ് പടച്ചവനെ സംഭവിച്ചു പോയി അല്ല, ഞാൻ ഇത്ര നാൾ അതാ തിന്നത് എടുത്തത്, എൻ്റെ ഉമ്മ കൊടുത്ത്, എൻ്റെ ഉപ്പ കൊടുത്ത്, എൻ്റെ മക്ക കൊടുത്തത്, പ്ലീസ് മാപ്പാക്കണേ പടച്ചവനെ, മാപ്പ. ഇല്ല റബ്ബേ, പട്ടിണി കിടന്ന് മരിച്ചാലും ഇനി ആ ഹറാമ് ഞാൻ തിന്നില്ല. അല്ലാ, തിന്നുവോ? തൗബ ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറ. നമുക്കെന്താ? അല്ലെങ്കിൽ പോയി തിന്നിട്ട് മൂത്രം തിന്നുന്നത് പോലെയും കാഷ്ടം തിന്നുന്നത് പോലെയുമാണ് നമ്മൾ ഈ ഹറാമ് തിന്നുന്നത്. നമുക്ക് വേണ്ട പണം. ആ പണം നമ്മൾ തിന്നാൽ, ആ പലിശ നമ്മൾ തിന്നാൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂല, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. 4 5-ാമത്തെ കാര്യം, കുടുംബബന്ധം മുറിച്ചാൽ ഈ ശിക്ഷകൾ അല്ലാഹു ഇറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയാണ്. എൻ്റെ സൗണ്ട് കുറഞ്ഞു പോയോടെ, ആദ്യത്തെ ഒരു പവർ കിട്ടുന്നല്ലോ, പവർ തൊണ്ടൊക്കെ പിടിക്കുന്നല്ലോ. തുറന്നുറാ, മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലായി. സമയമായോ? തീരെ സമയമായി? നിർത്താറായോ അബീദ്? ഇവിടുത്തെ സമയമൊന്നും എനിക്കറിയില്ല, 10 ആയിട്ടുള്ളൂ. അത് നമുക്ക് 10:25 നിർത്താവോ? അൽഹംദുലില്ലാ. സമയ വിഷയമില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സമയമില്ലല്ലോ, നമ്മുടെ സമയം മൊത്തം ഇത് തന്നെയാണ്, നമ്മുടെ ജീവിതം മൊത്തം ഇത് തന്നെ. അല്ലെ ഈ കേൾക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് നിർത്തിയാൽ കൊള്ളാമെന്ന് തോന്നും. ഈ പറയുന്ന മൊത്തം ഓരോ കട അടച്ചടച്ച് വരികയാണ്, അത് ഹലാലായിരുന്നു, അതും പോയി. ഇത് ഹലാലായിരുന്നു, ഇതും പോയി. ഇനി ഇത് ഹലാലായിരുന്നു, അതും പോയി. ഇനി ഇയാൾ അടുത്ത് എന്താ പറയാൻ പോണത്? അതിനേക്കാളും നല്ലത് എഴുന്നേറ്റ് പോയാൽ നമ്മളിതൊന്നും കേട്ടിട്ടില്ലേ നാരായണ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല പൂരായണ. ഞാനൊന്നും കേട്ടിട്ടില്ലേ നാമനാരായണ.
കേട്ടാൽ നല്ലത്, കേൾക്കാതെ എഴുന്നേറ്റ് പോയിട്ട് നാളെ അള്ളാൻ്റെ അടുക്ക പോയിട്ട് പടച്ചവൻ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ എൻ്റെ മൂലത്തിൽ കമ്പി പഴിപ്പിച്ചുകൊണ്ട് വരും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും, പടച്ചവനെ എൻ്റെ മൂലത്തിൽ കുത്തല്ലേ അല്ലാ, ഞാൻ അറിഞ്ഞില്ല, ഒന്നും കേട്ടിട്ടില്ലായിരുന്നു പടച്ചവനെ, കൊടക്കലിൽ പ്രസംഗം നടക്കുമ്പോൾ ഞാൻ വെന്നൂരായിരുന്നു അല്ലാഹു, പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്നത് കേട്ടോ, എന്നിട്ട് തൗബ ചെയ്തു രാത്രി എഴുന്നേറ്റ്. അബദ്ധം പറ്റിപ്പോയി അല്ല മാപ്പാക്കി തരും. വല്ലാഹി സത്യം, 100 പ്രാവശ്യം വ്യഭിചരിച്ചിട്ടുണ്ടോ മാപ്പ് അല്ല മാപ്പാക്കി തരും. രാത്രി എഴുന്നേറ്റ് തൗബ ചെയ്ത് ആണ് പടച്ചവനെ സംഭവിച്ചു, ഇനിയില്ല റബ്ബേ. പലിശ വാങ്ങിയിട്ടുണ്ടോ, ആ പലിശ തിരിച്ചുകൊടു. അതരസം. പലിശയുടെ തൗബ എന്താ? ഒരാൾ 5 വർഷം പലിശയ്ക്ക് പണം കൊടുത്തു, 5 വർഷം പലിശയുടെ തൗബ. നല്ലപോലെ മനസ്സിലാക്കണം. എല്ലാരും ധരിക്കുന്നത് പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഞാൻ പലിശ വാങ്ങിയല്ല, മാപ്പ് ചെയ്യണേ അല്ല, പൊരുത്തപ്പെടണേ അല്ല, ഇനി പലിശ വാങ്ങില്ല അല്ലാ. തൗബ ഇല്ല മക്കളെ, തൗബ ഇല്ല മക്കളെ. 10 വർഷം പലിശ വാങ്ങിയത് ആരിൽ നിന്നാണോ ആ പലിശ അവർക്ക് മടക്കി കൊടുക്കണേ. അതാണ് നിങ്ങളുടെ തൗബ. അതാണ് തൗബ. പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ അതാണ്. 10 വർഷം ഒരാൾ പലിശയ്ക്ക് പൈസ കൊടുത്തു, പണം വാങ്ങി തിന്നു. ആ പണം വാങ്ങിയ പലിശയുടെ പൈസ അതെന്ത് ചെയ്യണം? ആരിൽ നിന്നൊക്കെയാണോ വാങ്ങിയത് അവർ മടക്കി കൊടുക്കണം. കൊണ്ടുപോയി കൊടുത്തിട്ട് പറയണം, എൻ്റെ അറിവില്ലായ്മയുടെ പേരിൽ ഞാൻ ഈ പണം കൊണ്ട് ഞാൻ ഉപയോഗിച്ചതാണ്, തിന്നതാണ്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, അതുകൊണ്ട് ഈ പണം എനിക്ക് വേണ്ട, ഇതാ നിങ്ങൾ വെച്ചുകൊള്ളി. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ എത്തിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പൊരുത്തം വാങ്ങാം. അള്ളാഹയോട്, പടച്ചവനെ എൻ്റെ കഴിവനുസരിച്ച് അറിവുള്ളവർക്ക് ഞാൻ മടക്കി കൊടുത്തു, പക്ഷെ എനിക്കറിയാത്തവരുണ്ട്, നീ മാപ്പ് ചെയ്യണേ അല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. പലിശയുടെ തൗബ കേട്ടോ. 10 വർഷം വരെ പലിശ എന്നിട്ട് 3 ഹജ്ജും ചെയ്ത് 12 ഉംറ നടത്തി അവിടെ പോയിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ഇല്ല ഇല്ല ഇനി ഇല്ല ഒരിക്കലും തിന്നത് മൊത്തം ഇവിടെ കിടക്കുന്നു. ഷവർമ്മ കണ്ടിക്കാൻ പോകണം, ഈ 2 സൈഡിലും കിടന്ന് കറങ്ങുന്നു, തിന്നത് ഇപ്പുറത്തൊക്കെ കിടക്കാണ്. അത് മൊത്തം എടുത്തിട്ട് കൊണ്ടുപോയി ഡിലീറ്റ് ആക്ക്, കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക്. അവന്റെ പണം കൊണ്ടാണ് നീ ഫോർച്യൂണർ എടുത്തത്, അവന്റെ പലിശയുടെ പണം കൊണ്ടാണ് നീ വെന്നിയൊരു ഹൈവേയുടെ സൈഡിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിയത്, ആ പണം കൊണ്ടാണ് നീ അവിടെ കോംപ്ലക്സ് ഉണ്ടാക്കിയത്. അത് മുഴുവനും ആ പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കുക. അതാണ് നിന്റെ തൗബ. ആ തൗബ ചെയ്യാതെ മരിച്ചുപോയ അള്ള പൊറുക്കുമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. മസല ഇതാണ്. ബാക്കി അള്ളാഹു വേല പഠിച്ചവും പുറത്തേക്കാം, ചിലപ്പോൾ ഇടിച്ചേക്കാം, ഇതെനിക്കറിയില്ല. മസല അതാണ്. ഇനി ഇതല്ലാത്തൊരു മസല ഉണ്ടെന്ന് നിങ്ങൾ ഉസ്താദന്മാരെ കൊണ്ട് ചോദിച്ചിട്ട് കൊണ്ടുവന്നാൽ അബൂബക്കർ അത് സ്വീകരിക്കും. എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ 5 വർഷം 1 വർഷം ഒരാൾ പലിശയുടെ പൈസ തിന്നിട്ടുണ്ടെങ്കിൽ ആ പലിശയുടെ തൗബ എന്ന് പറയുന്നത് അത് മടക്കി കൊടുക്കണം. അതാണ് അവന്റെ തൗബ. പിന്നെ അബദ്ധത്തിൽ കൊടുക്കാൻ പറ്റാത്ത ആളില്ല, മറന്നുപോയി, ചിലപ്പോൾ അതൊക്കെ അള്ളാഹ് പൊരുത്തപ്പെട്ട് തന്നേക്കാം. എന്നാലും നമ്മളൊരു 80% 90% മടക്കി കൊടുത്തുവെങ്കിൽ ഓക്കെ, അതാണ് തൗബ. അതല്ലാതെ ആളുകൾ വിചാരിക്കുന്നത് അറിയോ, ഇതൊക്കെ തിന്നിട്ട് ഈ ഹറാമ് മുഴുവനും സമ്പാദിച്ച് ഇത് മുഴുവനും തിന്നിട്ട് ഒരു ഉംറ ഒരു ഹജ്ജ് ചെയ്ത എല്ലാം കബൂലാളിയ, എല്ലാം കബൂല. ഓടി അങ്ങോട്ട് പോയാൽ മതി. മനസ്സിലായില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ഓർക്കുന്നുണ്ടോ ഈ സാധനത്തിനെ വാതിൽ വിളിക്കണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്തിനാ വിളിച്ചത്? നമുക്കുള്ളത് നേരെ പറഞ്ഞു പോകും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അബൂബക്കർ മൗലവിയോ അയാൾ ഭയങ്കര നല്ല ആലിമായിരിക്കും. ഏറ്റവും വലിയ മോശക്കാരൻ ഞാൻ തന്നെയാണ്. എന്നെക്കാൾ എത്രയോ നല്ലവരാണ് നിങ്ങളും ഈ ഇരിക്കുന്നവരും. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്ക് പറഞ്ഞേ മതിയുള്ളൂ, അത് പറയാതെ മറ്റു മാർഗ്ഗമില്ല. നിങ്ങളെ കേൾപ്പിച്ച് കുറച്ച് രസിപ്പിച്ച് വാള് പറഞ്ഞ പോലല്ല. വാള് എന്ന് പറഞ്ഞ നസിഹത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നിങ്ങളെക്കാളേറെ എനിക്ക് ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം, പിന്നെ നിങ്ങളത് ശ്രമിക്കണം. അതിനാണ് വാള്. അല്ല ചുമ്മാ കുറെ നീട്ടിപ്പിടിച്ച് പോയിട്ട് പ്രസംഗിക്കലല്ലോ വാള്. പഠിക്കണ്ടേ? നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ സിസിക്ക് വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തും. ഇൻഷാ അല്ലാഹ് ആട്ടോ കൺസൾട്ടിങ് നടത്തുന്നവരുണ്ട്, സിസി ഇട്ട് കൊടുക്കുന്നവർ, നമ്മുടെ സഹോദരങ്ങൾ സിസി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഹറാമ് തന്നെയാണ്. ആ പൈസ വേണ്ട. പെട്ടെന്ന് ആട്ടോ കൺസൾട്ടിങ് നിങ്ങളത് ഓഫാക്ക്, അത് പൂർത്തിയാക്ക്, അത് ഒഴിവാക്ക്. എന്നിട്ട് വേറെ എന്തെങ്കിലും കച്ചവടം തുടങ്ങുക. അള്ളാഹു അതിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. ഈ പലിശയുടെ പൈസ വിട്ട് മറ്റൊരാൾക്ക് പലിശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള പണമല്ലേ, മക്കൾ തിന്നാനുള്ളതല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എത്രയും വേഗം എടുത്ത കടങ്ങളും ഇടപാടുകളും പൂർത്തീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് ആഖിറത്തിലെ നന്മകളാണ്. ഓരോ മാതാപിതാക്കളും തന്റെ മക്കളോടുള്ള കടമകളെ കുറിച്ച് ആദരവായ ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് മറുപടി പറയുകയാണ്. ഒന്ന്, നല്ലപോലെ ശ്രദ്ധിക്കണം വാപ്പാമാര്.
കേട്ടോ. ഉമ്മ ഒന്ന് ശ്രദ്ധിച്ചോ, മക്കളോടുള്ള കടമ അതാ പറഞ്ഞുതരാം കേട്ടോ, നല്ലപോലെ കേൾക്കണം. ഇനിയുള്ള സമയത്തെങ്കിലും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പറയുന്നത് കേട്ടോ. അൽ ഗുലാം യുഅഖു അൻഹു യൗമ സാബിഅ വയുമാതു അൻഹുൽ അദാ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് 7ാമത്തെ ദിവസമാകുമ്പോ ആ കുട്ടിയുടെ തലമുണ്ടനം ചെയ്യണേ, ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേര് നൽകണേ. ഫൈദാ ബലഗ 6 സിനീൻ, 6 വയസ്സായി കഴിഞ്ഞാൽ ഉദ്ദിബ, ആ കുട്ടിക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കണേ. വാപ്പ ഉമ്മ ശ്രദ്ധിക്കണേ, കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എങ്ങനെ? 6 വയസ്സായ 4 വയസ്സായ 5 വയസ്സായ 3 വയസ്സായ കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഇടത് കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് ചോറ് തിന്നുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് മിഠായി കഴിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ കൈ കടിച്ചിട്ട് മകനെ കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ എന്ന് പറയണേ. സമ്മില്ല, ബിസ്മി ചൊല്ലടാ മകനെ എന്ന് പറയണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മാതാപിതാക്കളോട് നൽകുന്ന ഉപദേശമാണ് മക്കളെ അതവ് പഠിപ്പിക്കാൻ. ഇത് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റ് തിന്നും, പപ്സ് തിന്നും, ഷവർമ തിന്നും. പക്ഷെ മാതാപിതാക്കളൊന്നും മൈൻഡ് ചെയ്യൂല. ഇന്ന ശൈത്താന യശ്റബു ബിശിമാലിഹി വയഅകുലു ബിശിമാലിഹി. തീർച്ചയായും പിശാചാണ് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത്, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിന്നാനും കുടിക്കാനും വലത് കൈ ഉപയോഗിക്കണേ. ഇടത് കൈ കൊണ്ട് മക്കൾ കഴിക്കുന്നത് കണ്ടാൽ അപ്പോഴേ ഉമ്മ പോയിട്ട് അടിച്ചിട്ട് മനെ അങ്ങനല്ല, വലത് കൈ കൊണ്ട് പിടിക്കടാ, പിടിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ പഠിപ്പിക്കണം. അതാണ് അദബ്, അതാണ് അദബ്. മുതിർന്നവർ വരുന്നു, അവൻ ഇരിക്കൂല, അവൻ ഇങ്ങനെ കാലുമേ കാലൊക്കെ കെട്ടി വെച്ച് ചുക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൈത്താനെ എഴുന്നേക്കടാ എന്നും പറഞ്ഞ് അവനെ അടിച്ച് അവനെ എഴുന്നേൽപ്പിക്കണം. കാരണവർമാരെ കണ്ടാൽ ബഹുമാനിപ്പിക്കണം, എഴുന്നേക്ക്. ഉസ്താദന്മാരെ കണ്ടാൽ, മുതിർന്നവരെ കണ്ടാൽ എഴുന്നേക്കാൻ പറയണം. അവരുടെ മുന്നിൽ വരരുത്, മാറിയിരിക്കണം. നിന്റെ വാപ്പ ഇനി ജാഹിലാണെങ്കിലും നിന്റെ വാപ്പയും മൊത്തം നിസ്കരിക്കാൻ പോകുമ്പോ ജമാഅത്ത് കഴിഞ്ഞു, നീയാണ് ആലിമ്, നീ ഇമാമത്തിക്കുന്നെങ്കിൽ ഉപ്പയോട് ആദ്യം അനുവാദം ചോദിക്കണം. ഉപ്പ ഇമാമത്ത് നിൽക്ക്, ഇല്ല മോനെ നീ നിന്നോ എന്ന് ഉപ്പ അനുവാദം തന്നെങ്കിലേ ഒരു ആലിമാണെങ്കിൽ പോലും ഇമാമത്ത് നിൽക്കാവൂ. അതാണ് വാപ്പയും തമ്മിലുള്ള ബന്ധം. മാതാപിതാക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വം മലപ്പുറം ജില്ലയ്ക്കാട്ടോ. ഞാൻ അടുത്ത സമയത്ത് എൻ്റെ പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചു. വൃദ്ധസദനങ്ങൾ 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ, 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വൃദ്ധസദനം എറണാകുളത്താണ്, 2ാമത് തൃശ്ശൂരാണ്, 3ാമത് ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. 48 വൃദ്ധസദനമുണ്ട് തിരുവനന്തപുരത്ത്, 48 വൃദ്ധസദനം. മലപ്പുറം ജില്ലയിൽ 8 വൃദ്ധസദനങ്ങൾ. ഞാൻ അപ്പം മലപ്പുറം ജില്ലയെക്കുറിച്ച് പൊക്കി പറഞ്ഞു എൻ്റെ പള്ളിയിൽ. എല്ലാവരും പറയും മലപ്പുറം ജില്ലക്കാർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള തിരുവനന്തപുരം ജില്ലയിൽ 48 വൃദ്ധസദനമുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ തൃശ്ശൂർ ജില്ലയിൽ 80ഓളം വൃദ്ധസദനങ്ങളുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ എറണാകുളം ജില്ലയിൽ 100ഓളം വൃദ്ധസദനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയാണ്. അഭിമാനിക്കാം. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ വിടാതെ വീട്ടിൽ വെച്ച് അവർക്ക് എല്ലാ ശുശ്രൂഷകളും നൽകുന്ന നല്ല മക്കളാണ് മലപ്പുറത്തിൻ്റെ മക്കള്. കിബറൊന്നും വേണ്ട കേട്ടോ, നല്ല മക്കളാണ്. ഹൈ പോപ്പുലേഷൻ അതാണ് അൽഹംദുലില്ലാഹ്. ആളുകൾ പറയല്ലേ വിദ്യാഭ്യാസത്തിൽ വിവരമില്ലാന്ന്. ഇതൊക്കെ പറയണം. നമ്മളെ അങ്ങ് വിവരമില്ലാത്തവരാക്കി അങ്ങ് മാറ്റല്ലേ മുസ്ലിങ്ങളെ. അങ്ങനെ നിൽക്കരുത്, അതിനൊന്നും നിൽക്കരുത്. പിന്നെ ഈ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടിട്ട് വിവരമില്ലാത്തവരെന്ന് പറയുന്നത്, അതുകൊണ്ട് അത് കാണിക്കാൻ നിൽക്കരുത്. നമ്മൾ നല്ല വിദ്യാഭ്യാസ വിചക്ഷണരായി മാറണം, അതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഈ ചരിത്രം ഇന്നത്തെ നെറ്റ് ഗൂഗിൾ പരിശോധിച്ച് നോക്ക്. ഏറ്റവും കുറവ് പിന്നെ ഈ വൃദ്ധസദനം മലപ്പുറം ജില്ലയിലാണ്. കാരണം എന്താ? മാതാപിതാക്കളോടുള്ള മഹത്വം. കാരണം ഇതേപോലെ ഹദീസും ആയത്തുകളും ഖുർആനും മതപ്രസംഗങ്ങളും കേൾക്കുന്നത് കൊണ്ട് ഉപ്പയോടും ഉമ്മയോടുള്ള മഹത്വം അവർ മനസ്സിലാക്കാൻ കഴിയുന്നു. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഒരു കാലഘട്ടം വരും, അയ്യോ റബ്ബിയർ റജുലു ജർവാ ഖൈറുൽ ലഹു മിൻ അയ്യു റബ്ബിയ വലദാ. സ്വന്തം മക്കളെ വളർത്താൻ മാതാപിതാക്കൾ
ഉലമാക്കൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലം വരുമത്രേ. ആ കാലഘട്ടം എത്തുന്നതിന് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പട്ടിക്കുട്ടിയെ നായിക്കുട്ടിയെ വളർത്തലാണ് നിങ്ങൾക്ക് അഭികാമ്യമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാ, പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലത് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലം ഇതായിരിക്കും. നഊദു ബില്ലാ, അല്ലാഹ് കാക്കട്ടെ. ഹദീസ് ഓതിട്ടാ പറഞ്ഞേ, കള്ളത്തരല്ല, മൗലൂദൊന്നും അല്ല കേട്ടോ, ഒറിജിനൽ ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്റാത്തു സഅത്തുൽ ഖുർബിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അൻ യുറബ്ബിയ റജുലു വലദൻ ഖൈറുൽ ലഹു ജർവൻ. ജർവൻ എന്ന് പറഞ്ഞാൽ വലദുൽ കൽബ്, പട്ടിയുടെ കുട്ടി, നായി. പട്ടി എന്നല്ല ഇവിടെ പറയാ, പട്ടി നായി, നായി എന്നൊക്കെ പറയും ഇവിടെ, നായിക്കുട്ടി. രണ്ടും പറയും. ആ നായിക്കുട്ടിയെ വളർത്തലാണ് ഒരു വാപ്പാക്കും ഉമ്മാക്കും ശ്രേഷ്ഠം മിൻ യുറബ്ബിയ വലദൻ ലഹു, സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. കാരണം എന്താ? വാപ്പായെ അനുസരിക്കാത്ത മക്കൾ, ഉമ്മയെ അനുസരിക്കാത്ത മക്കൾ, മാതാപിതാക്കളോട് മര്യാദ കാണിക്കാത്ത മക്കൾ, അദബ് കാണിക്കാത്ത മക്കൾ, അനുസരണ ഇല്ലാത്ത മക്കൾ, അങ്ങനത്തെ മക്കളെ വളർത്തുന്നതിനേക്കാൾ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി വളർത്തലാണ് ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് കാരണം പറഞ്ഞത് എന്താ? വലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. കാരണവർമാരെ കണ്ടാ ബഹുമാനിക്കൂല, കൊച്ചുകുട്ടികളോട് മര്യാദയില്ല, സ്നേഹവുമില്ല. നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ഇന്നത്തെ ഫ്രീക്കന്മാരെ കുട്ടികള് മുതിർന്നവരെ കണ്ട, കാരണവന്മാരെ കണ്ട ബഹുമാനിക്കുവോ? കളിയാക്കും. വീഡിയോ വലിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് ഊതി വിടുകയാണ്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ, പെൺകുട്ടികൾ വീഡിയോ വലിക്കുന്നു. ഫോട്ടോ വന്നു, സ്കൂളിൽ പോകുന്ന കുട്ടികൾ 10 വയസ്സ് 9 വയസ്സ് വലിച്ചു വിടുകയാണ്. ഇവൻ ഒരു 16-18 വയസ്സാകുമ്പോൾ ഇവൻ്റെ വലി എന്താ വലിയായിരിക്കും. അവസാനം ഇവനൊരു വലിയായിട്ട് മാറും. അല്ലേ? ആരായിട്ട് മാറും? ഇവൻ ഒരു വലിയുല്ലാഹി സിഗരറ്റ്, അവരുടെ വലിയായിട്ട് മാറും. ഏറ്റവും വലിയ വലി. കാരണം വലിയോടെ വലിയല്ലേ. രാത്രി നമ്മുടെ വീട്ടിൽ കിടന്ന് കൂർക്കം വലിക്കുന്നവനാണ് ഏറ്റവും വലിയ വലിയായിട്ട് കാണുന്നത്. കൂർക്കം വലിയോടെ വലിയാണ്. നമ്മുടെ പെണ്ണ് പറയും എൻ്റെ ഭർത്താവ് വലിയാണെന്ന്. മാഷാ അല്ലാ, എൻ്റെ ഭർത്താവ് വലിയ, നീ വലിയ ഭാഗ്യവതിയാണല്ലോ. അതെ, രാത്രി കൂർക്കം വലിയാണ് വലിയ. എന്താ വലി. ബക്കറ്റ് വിരുവിനെ കുറിച്ച് പറയണമെന്നാണ് പറഞ്ഞത്. ബക്കറ്റ് വിരുവ് എടുക്കുമ്പം പ്രസംഗം നിർത്താൻ സമയമായെന്നാണ് അതിൻ്റെ യഥാർത്ഥ കണക്ക്. അതാണ് എൻ്റെ അർത്ഥം അല്ലേ? ബക്കറ്റ് വിരുവിൻ്റെ സമയം വരുന്ന കഴിഞ്ഞാൽ അത് പ്രസംഗം നിർത്താനുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇല്ലേ അബീവേ? അതാണ് അതിൻ്റെ കണക്ക്. ഞാൻ പഠിച്ചിടത്തോളം അങ്ങനെയാണ് ഓർമ്മ. അത് എനിക്കറിയാം. വഅ്ളെന്ന് പറയുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന്, കമ്മിറ്റിക്കാർക്ക് പൈസ ഉണ്ടാക്കണം, 2 ബക്കറ്റ് പിരിവ് എടുക്കണം. ഖുർആനും ഹദീസും ഒക്കെ അതൊക്കെ പിന്നെ അതുകൊണ്ട് തുടങ്ങണം, പിന്നെ പിരിവുകൊണ്ട് അവസാനിപ്പിക്കണം. അത് തന്നെയാണ് വഅ്ളെന്ന് പറഞ്ഞാൽ അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് പ്രസംഗ ഖുർആനും ഹദീസും കൊണ്ട് തുടങ്ങുക, പിരിവ് കൊണ്ട് അവസാനിപ്പിക്കുക. അങ്ങനത്തെ ചില വചനങ്ങൾക്കും കർമ്മങ്ങൾക്കുമാണ് വഅ്ളെന്ന് പറയുന്നത്. വഅ്ളിൻ്റെ നിർവചനം അതാണ് കേട്ടോ അല്ലേ? തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില കർമ്മങ്ങൾക്കാണ് നിസ്കാരം എന്ന് പറയുന്നത് പോലെ ഖുർആനും ഹദീസും കൊണ്ട് തുടങ്ങി ബക്കറ്റ് പിരിവ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില കർമ്മങ്ങൾക്കാണ് വഅ്ള് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വഅ്ള്. ഇൻഷാ അല്ലാഹ് സഹായിക്കും, എല്ലാവരും സഹായിക്കും. നമ്മളിവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിരിവില്ല. എന്നാലും നമ്മുടെ ഒരു അലിഫ് കൂട്ടായ്മ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റേജിലിരിക്കുന്നവരെയും സംഘടനയെക്കുറിച്ച് പറഞ്ഞ് സമയം കളയേണ്ട എന്നോർത്തിട്ടാണ് ആമുഖമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കയറിയത്. കാരണം കിട്ടുന്ന സമയം ജനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ നമ്മുടെ ഈ നാട്ടിൽ ഈ ചെറുപ്പക്കാർ എല്ലാവരും, എല്ലാ സംഘടനക്കാരും, എല്ലാ സംഘാടകരും ഉണ്ട് അല്ലേ? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. സമസ്ത, ഇരുവിഭാഗ സമസ്തകളും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാവരും അൽഹംദുലില്ലാഹ് ഒരുമയോടെ ഒത്തൊരുമയോടെ ഉള്ളൊരു കൂട്ടായ്മയാണ് ഈ അലിഫ് കൂട്ടായ്മ. ഭയങ്കര സന്തോഷം അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു മഹത്തായ ഒരു സംരംഭമാണ്. പാവപ്പെട്ട ആളുകളെയും സുഖമില്ലാതെ കിടക്കുന്നവരെയും രോഗികളെയും ഒക്കെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു സംഘടനയാണ്. അവരിപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ പിരിവ് ലക്ഷ്യമില്ല, വയലാണ്, എങ്കിലും അവരുടെ ഒരു ചെറിയ ചില പരിപാടികളൊക്കെ ഉണ്ട്. ഈ നാട്ടിലുള്ള രോഗികളെ സഹായിക്കൽ. ഈ കുറേ വർഷങ്ങളായിട്ട് കിടക്കുമ്പോൾ ശരീരമൊക്കെ പൊട്ടി ഒഴുകുന്ന, വ്രണം ഒഴുകുന്ന ചില രോഗികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു വാട്ടർ ബെഡ്, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടറല്ല, ഇപ്പോൾ എയർ ബെഡ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇരുന്ന് പോകാൻ വീൽ ചെയർ, നടക്കാൻ പറ്റാത്തവർക്ക്. അപ്പോൾ ഇതുപോലുള്ള ബെഡുകളൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു നിയ്യത്ത് നമ്മുടെ ഇതിൻ്റെ സംഘാടകർ അവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അത് കബൂലാക്കട്ടെ. അത് നല്ല നിയ്യത്താണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു 3000-3500 രൂപയുള്ളൂ. ഒരു 5-6 ബെഡും ഒരു 5-6 വീൽ
ചെയറും ഒക്കെ വേണ്ട. നാളെ എൻ്റെ സുഹൃത്ത് ഇൻഷാ അല്ലാ സിറാജുദ്ദീൻ കാസിമി ഇവിടെ വരുമ്പോൾ ഇൻഷാ അല്ലാ അദ്ദേഹത്തിൻ്റെ വാളിന് ശേഷം ഒന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ പിരിച്ചു തരും. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഇന്നൊന്ന് ഓർമ്മിപ്പിച്ചാൽ നാളെ അദ്ദേഹം പറഞ്ഞൊന്ന് പിരിച്ചൊക്കെ തരും ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ ആ ഒരു നിയ്യത്തോടു കൂടി വരണം. എന്തായാലും ഇൻഷാ അല്ലാ നല്ല കാര്യത്തിനാണ്. ഒരു വീൽ ചെയർ വാങ്ങി നമ്മളൊരു ഹദിയ ചെയ്താൽ, സദഖ ചെയ്താൽ, അത് നശിക്കുന്ന സമയം വരെ അതിൻ്റെ സവാബ് നമ്മുടെ ഖബറിലേക്ക് എത്തും. അതുറപ്പാണ്, നമ്മുടെ ഖബറിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പ്രത്യേക ശ്രദ്ധിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് വിഷയം കൂടെ പറയാനുണ്ട്. ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്തിയിട്ട് ദുആ എടുക്കാം. അതുകൊണ്ട് അതൊന്ന് സൂചിപ്പിച്ചതാണ്. ഇവർ ചെയ്യുന്ന നന്മയ്ക്ക് നമ്മളെല്ലാവരും കൂട്ടു നിൽക്കണം. 4ാമത്തെ വർഷമാണിത്, ഇല്ലയോ? 4 വർഷമായി. മഗ്രിബായി, ഇനി അടുത്ത വർഷം ഇശാ ആവും, 5ആയി. അപ്പോൾ 5ാമത്തെ വർഷമാകുമ്പോൾ ഒരു നല്ല പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് അൽഹംദുലില്ലാ എല്ലാ വർഷവും വഅള് വെക്കണം. കാരണം ജനങ്ങൾക്ക് കുറച്ച് ഉണർവുണ്ടാകണം ഈ വഅളിലൂടെ, വെറും ഒരു പിരിവ് മാത്രമാകാതെ. അപ്പോൾ ഇതുപോലുള്ള നന്മകളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അലിഫ് കൂട്ടായ്മ. അലിഫ് അത് ആദ്യത്തെ ഒരു അക്ഷരമാണല്ലോ. നമ്മളൊരു കുട്ടികൾക്കും ബിസ്മിയും പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ഒരു ആദ്യത്തെ അക്ഷരം അത് അലിഫാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടനയെ കബൂലാക്കട്ടെ, വിജയിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നല്ല നിയ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആ നല്ല മക്കളെ ഒരു കൈ സഹായിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതുകൊണ്ട് എല്ലാവരും പോക്കറ്റിൽ നിന്നൊരു കൈ ഒന്നിട്ട് നല്ല ഒരു തുക, 5 10 ഒരു 100 രൂപ ഏറ്റവും കുറഞ്ഞത്, ഇല്ലെങ്കിൽ ഒരു 500 രൂപ ആയാലും കുഴപ്പമില്ല. ഇനി 100 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 500 രൂപ ഇട്ടോളി ഇൻഷാ അല്ലാ. അത് എല്ലാവരും ആ പോക്കറ്റ് ബിസ്മിയും പറഞ്ഞ് ഒന്ന് എടുത്ത്, അള്ളാഹുവേ ഭൂകമ്പം ഉണ്ടാകല്ലേ പടച്ചവനെ, ഭൂമി കുലുക്കം ഉണ്ടാകല്ലേ അള്ളാഹു, വെള്ളപ്പൊക്കത്ത് ഞങ്ങളെ മുക്കിക്കളയല്ലേ പടച്ചവനെ, പടക്കം പൊട്ടിച്ച് ഞങ്ങളെ നശിപ്പിച്ച് കളയല്ലേ. ഇതൊക്കെ നല്ല നീയത്തോടെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, ഈമാനുള്ളവരാക്കണേ അല്ലാ എന്നൊക്കെ പറഞ്ഞ് നല്ല നീയത്തോടു കൂടി ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുന്നിൽ ഈ സാധനം വരുമ്പം നിങ്ങൾ വെറും കൈയോടെ മടക്കരുത്. ഇത് ഇൽമിൻ്റെ സ്ഥാപനമാണ്, ഇൽമിൻ്റെ സദസ്സ. നല്ല ഒരു ദുആ നമ്മൾ അവസാനം ഇപ്പോൾ ചെയ്യും ഇൻഷാ അല്ലാ. അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹകരിക്കണം. ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ, ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ സഹോദരങ്ങൾ നിക്ഷേപിക്കുന്ന ഈ തുക നാളെ സ്വർഗത്തിലേക്ക് ഒരു വഴിയാക്കി മാറ്റണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ നാട്ടുകാരെയും ആപത്ത് മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. എല്ലാ ഭൂകമ്പങ്ങളിൽ നിന്നും, ഉരുൾപൊട്ടലിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽ നിന്നും, ഭൂമി കുലുക്കത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഖസഫ്, മസഖ്, ഫസഅ്, ഹമ്മ, ഗമ്മിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഇവരുദ്ദേശിക്കുന്ന ലക്ഷ്യം അത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഈ വന്ന മുഴുവൻ പേരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ. ഈ ദുആ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ആ നല്ല നിയ്യത്തോടു കൂടി ഇടണേ എല്ലാവരും ഇൻഷാ അല്ലാഹ്. ആരും ഹായിബായി മടങ്ങരുത്. നാളെ വരുമ്പോഴും ഒരു ചെറിയൊരു തുക നിങ്ങൾ നിയത്ത് ചെയ്തുകൊണ്ട് വരണം. അതേപോലെ ഇവരുടെ ഈ ഒരു ഉദ്ദേശം അത് നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ അത് നിങ്ങൾ തയ്യാറാകണം. ഒരു വീൽ ചെയർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമില്ല, ഇല്ലയോ? 2 3 5 വീൽ ചെയർ വേണ്ടി വരും, ഇല്ലേ? ഒരു 5 ബെഡ് വേണ്ടി വരും. വീൽ ചെയർ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ 10 3500 റുപ്യാവും, ഇല്ലേ അബീബേ? ഇല്ലേ? 3500 4000 രൂപയുള്ളൂ. അതൊക്കെ ഇപ്പോൾ ഒപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഞാൻ കുറച്ചുകൂടെ പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ അതെല്ലാം ഒപ്പിച്ച് തരാമായിരുന്നു. അത് വിഷയമൊന്നുമുള്ളതല്ല. അതൊക്കെ നാളെ അയാൾ പിരിച്ചു തരും ഇൻഷാ അല്ലാഹ്. നമ്മുടെ സുഹൃത്ത് എന്താ പറയുന്നത്? വീൽ ചെയർ വേണോ വാള് വേണോ? ഇല്ലേ? ഇബാറത്ത് അൽഹംദുലില്ലാ. എന്താ ഓതിട്ടുണ്ടോ? എന്താ നേതാവേ? അല്ലേ നിങ്ങൾ ഗൾഫിലാണോ? അല്ലാഹു ബർക്കത്തിൽ എക്സ് ഗൾഫാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നാളെ നിങ്ങൾ വീൽ ചെയർ ഉണ്ടോ? വീൽ ചെയർ നാളെ കൊടുക്കുമല്ലോ അല്ലേ? വീൽ ചെയർ ബെഡൊക്കെ. അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് ഓഫർ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ വാള് പറയാം. കുട്ടികളുടെ ഉള്ള ഉത്തരവാദിത്വം കുറച്ചുകൂടെ പറയണ്ട. അവരെ പറഞ്ഞു തീർക്കാം, അല്ലേ? കുറച്ചുകൂടെ പറഞ്ഞു തീർക്കാമല്ലോ. അതല്ലേ ആവശ്യം. അൽഹംദുലില്ലാ. ഒരു 15 മിനിറ്റ് ഇരിക്കാമല്ലോ അല്ലേ? 11 മണി വരെ അല്ല കുഞ്ഞാപ്പൂ? പോകാൻ സമയമായോ? അല്ല ഭാര്യ ഉറങ്ങുന്നതിന് മുമ്പ് പോകണ്ടേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. കേട്ടോ, കുട്ടികളോടുള്ള ഉത്തരവാദിത്തം നമ്മളിത് മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കി. ഇന്ന് മഴയൊക്കെ അങ്ങോട്ടും കൂടി വരുന്ന വഴിക്കൊക്കെ നല്ല മഴ. അപ്പോൾ ഞാൻ സംഘാടകരെ വിളിച്ച് സന്തോഷിച്ച് വന്നതാണ്. പഠിച്ചവൻ ഇന്ന് വരാം, വാത് കാണൂല, നേരത്തെ പറിക്ക് പോകല്ലോ എന്ന്. ഇവിടെ വന്നപ്പോൾ മഴയില്ല. എന്ത് കറാമത്താ പഠിച്ചവനെ. നേരത്തെ പറഞ്ഞ വലിയൻ്റെ കറാമത്താണോ എന്നറിയില്ല.
അല്ലാഹു അക്ബർ. അസ്തഗ്ഫിറുല്ലാഹ്. നല്ല മഹാന്മാരെ ഔലിയാക്കളുണ്ട്, അവരെ നമ്മൾ കുറ്റം പറയല്ല. അസ്തഗ്ഫിറുല്ലാഹ്. വലിയ വലിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ലാഹു തആല നല്ല യഥാർത്ഥ ഔലിയാക്കന്മാർ ആരിഫ്യങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വാലിഹീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന അദബ് കുട്ടികളോട് ഞാൻ പറഞ്ഞത് എന്താണ്? വലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. ചില കുട്ടികൾ ഉണ്ടാകും, ആ കുട്ടികൾ മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കുകയില്ല, കുട്ടികളോട് കുഞ്ഞുമക്കളോട് കരുണ കാട്ടുകയില്ല. വലാ യുർഹമു സഗീറുഹും. അവരിൽ കൊച്ചു കുട്ടികളോട് കരുണ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അങ്ങനത്തെ കുറച്ച് കുട്ടികളുണ്ടാകും. ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ നാടിന് ആപത്താണ്. കരുണയില്ലാത്ത കുട്ടികൾ. അവരെ വളർത്തുന്നതിനേക്കാൾ നല്ലത് പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാസത്തു അശിയാ അസീറത്തുൻ ഫീ കുല്ലി സമാൻ. മൂന്ന് കാര്യങ്ങൾ എക്കാലവും അമൂല്യമായ നിധി തന്നെയാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൂന്ന് കാര്യങ്ങൾ വിലമതിക്കാനാകാത്ത നിധിയാണ്. മൂന്ന് കാര്യം കേട്ടോ, വിലമതിക്കാനാവാത്ത നിധിയാണ് മൂന്ന് കാര്യം. ഒന്ന് വഹിയ അൽ ഇഖാഉ ഫില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുക എന്നത് വിലമതിക്കാനാവാത്ത നിധിയാണ്. അൽഹംദുലില്ലാഹ്, ആ ഒരു ഐക്യം നമ്മുടെ ഈ നാട്ടിലുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ആ ഒരു ഐക്യമുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി. ഇവിടെ മറ്റു മതക്കാരൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടോ? ഹിന്ദുക്കൾ എല്ലാവരും, എല്ലാ മതക്കാരും ഒക്കെ അവർ വടക്കൻ ജില്ലയിലൊക്കെ കൂടുതൽ മുസ്ലിങ്ങളാണ്. എന്നാൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻ എല്ലാവരും നല്ല ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. അതാണ് വേണ്ടത്. നഹീം ദൃശം സംവരണം ദൃഷ്ട ലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച ഹൃദേഷ്ട ദാനം ച മധുരാജവാക്. നല്ല വാക്കുച്ചരിക്കണം, മധുരമായ വാക്കുച്ചരിക്കണം, നല്ല സംസാരം. അതിനേക്കാൾ ഒരു ആരാധന മുപ്പാരിലുമില്ല. സമാനീവ ആകുതി സമാനഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസു സഹാസിതി. എങ്ങനെയായാലാണോ നിങ്ങളിൽ ഐക്യം സംഭവിക്കുക, ആ ഒരു ഐക്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ആ ഒരു ഐക്യവും സാഹോദര്യവും നിങ്ങളിൽ ഉണ്ടാകട്ടെ. അതല്ല പഠിപ്പിച്ച ഹൈന്ദവ മതം. ആ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്, ആ ഒരു സാഹോദര്യമാണ് നമുക്ക് വേണ്ടത്. മദ്ഹബ് നഹീം സിഖാത്ത ആപസ് മേ ഭൈർ റഖന ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാര. ഒരു മദ്ഹബും ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം തമ്മിലടിക്കാൻ. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഒരൊറ്റ ചരടിന്റെ മക്കളാണ്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ഐക്യമാണ് ഈ അലിഫ് കൂട്ടായ്മയ്ക്കുള്ളത്. ആ പേര് തന്നെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള ഒരു കൂട്ടായ്മ. അതുകൊണ്ടാണ് മൂന്ന് കാര്യങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. ഒന്ന് വഹിയ അൽ ഇഖാഉ ഫില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സഹോദര്യം അത് എക്കാലവും വിലമതിക്കാനാകാത്തതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. രണ്ട് വൽ മർഅതു സാലിഹാ അൽ അലീഫാ തുഈനുഹു ഫീ ദീനില്ലാഹ്. ദീനിന്റെ പേരിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന സദ്വൃത്തയായ സ്നേഹനിധിയായ ഒരു തരുണിയുണ്ടോ, ഒരു ഭാര്യയുണ്ടോ, ഒരു സഹധർമ്മിണിയുണ്ടോ, അവൾ എക്കാലവും ലോകത്തിന് അഭിമാനമാണ്, അലങ്കാരമാണ്, വിലമതിക്കാനാവാത്ത മുത്താണെന്ന് ലോകൈക നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മർഅത്തു സാലിഹത്തുൽ അലീഫ. അലീഫ അൽഫ് ഉൽഫത്ത് ഇൽഫത്ത്, അതായത് അലിഫിന്റെ അർത്ഥം സ്നേഹം, ഉൽഫത്ത് സ്നേഹം, ആ ഒരു സാഹോദര്യം. അതാണ് ഈ അലിഫ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ല, അങ്ങനെ അർത്ഥം വെക്കണം. ഉൽഫത്ത് ഇൽഫത്ത്, യോജിപ്പിക്കുക, സ്നേഹിക്കുക, സംഘടിക്കുക, സാഹോദര്യം വളർത്തുക, അതാണ് ഇതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം.